ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പയുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലൻ അലീനയോട് പറയുന്നു, ഞാൻ അയാളോട് തീർത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിന്നെ വിഷമിപ്പിക്കരുതെന്ന്. അത് ഞാൻ അയാളെ നിന്നെ ഏൽപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി പറയും. അതുപോലെ അപ്പോൾ അലീന ആകെ സംശയത്തിൽ ചോദിക്കും, ഇത് ശരിയാവോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, ശരിയായില്ലെങ്കിൽ എന്താ, തിരിച്ചു പോന്നോളാം, നിന്നെ അവിടെ ആരും പൂട്ടിയിടാനൊന്നും പോകുന്നില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോരാനുള്ള അവകാശമുണ്ട് എന്ന് പറയും. അപ്പോൾ അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ബാലൻ ചോദിക്കും, എന്താ ഇപ്പോൾ നിനക്ക് ഇങ്ങനെ ഒന്ന് പോകണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു പപ്പയുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, കാണാനുള്ള ആഗ്രഹവും സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, കാരണം അമ്മയെ കാണാൻ വന്നതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല എന്ന് ബാലനോട് പറയാണ്. അപ്പോൾ ബാലൻ വേഗം തന്നെ, ബാലനൊന്നും പറയാനില്ല. അപ്പോൾ ബാലൻ വേഗം തന്നെ പറയും, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ബാലൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹി വീടിൻ്റെ ഉമ്മറത്ത് ഫോണൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അതിൽ അന്ന് ചിന്നുമോളെ കാണാൻ പോയപ്പോൾ അലീനയും ചിന്നുമോളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണതിൽ. അതൊക്കെ നോക്കി രോഹിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പോൾ രോഹിയുടെ കണ്ണീന്നൊക്കെ കണ്ണീരൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രോഹി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വൈജയന്തിയുടെ രംഗപ്രവേശം. അപ്പോൾ മനു വൈജയന്തിയും കൂടി വരുവാണ്. അപ്പോൾ അവരുടെ കാറ് മുറ്റത്ത് വന്ന് നിന്നു. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ഒരു അഹങ്കാരത്തോടു കൂടി വീടും പരിസരവും ഒക്കെ നോക്കുവാണ്. അപ്പോൾ മനു പറയും, ഓ ആൻറ്റി ജയിച്ചല്ലോ എന്ന് പറയും. ആൻറ്റിയുടെ ശത്രു ഒഴിഞ്ഞു പോയില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ആൻറ്റിക്ക് എന്ത് പേടിക്കാനാ എന്ന് ചോദിക്കും. അപ്പോൾ ആൻറ്റിയുടെ സന്തോഷവും സമാധാനവും ധൈര്യവും ഒക്കെ ധൈര്യത്തോടെ സമാധാനത്തോടെയൊക്കെ ആൻറ്റിക്ക് ഇനി ഇവിടെ ജീവിക്കാം എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, മനു അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും എനിക്ക് ധൈര്യത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ അവൾ വന്നേ പിന്നെ ഒരു സമാധാനം സന്തോഷം നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് ഞാനിപ്പോൾ ഇനി ശരിയാക്കി എടുത്തോളാം എന്ന് പറയും. അപ്പോൾ മനു പറയാണ്, ഓ ബാക്കിയുള്ളവരുടെ സന്തോഷം സമാധാനം നശിപ്പിച്ചിട്ടാണെങ്കിലും ആൻറ്റിക്ക് സന്തോഷം കിട്ടിയല്ലോ, ഓ അത് മതി എന്ന് പറയും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ഒരു പുച്ഛ ചിരിയോടുകൂടി കളിയാക്കിക്കൊണ്ട് മനുവിനോട് പറയും, ഓ അവൾ പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടം നിനക്കാന്ന് എനിക്കറിയാം, നീ കെട്ടാനിരുന്നതൊക്കെ അല്ലേ എന്ന് പറയും. അപ്പോൾ മനു പറയും, എന്താ ആൻറ്റിക്ക് ഇത്ര സാമാന്യ ബോധമില്ലേ, അലീന ഇവിടെ നിന്ന് പോയി നിർത്തണ്ട, എനിക്ക് അവളെ തേടി പിടിച്ച് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് വൈജയന്തിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി, ദേ മനു എന്ന് പറയും. അപ്പോൾ വീട് ആൻറ്റി, നമ്മൾ എന്തിനാണ് വന്നത്, ആൻറ്റീനെ ഇവിടെ ആക്കാനല്ലേ, ഞാൻ ഇനി കുറച്ച് നേരം തിരിച്ചു പോകും, ബാ ആൻറ്റി പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയും. അങ്ങനെ വൈജയന്തി ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ രണ്ടുപേരും ഇറങ്ങി. അപ്പോൾ നമ്മുടെ രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. രോഹി വേഗം തന്നെ വൈജയനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല, ഓടി മനുവിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ വൈജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വൈജ അത് നോട്ട് ചെയ്തു. അപ്പോൾ വൈജ വേഗം തന്നെ പറയും, ഓ പെറ്റ തള്ള എത്ര നാൾ കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് വരണം, എന്നിട്ട് അവനിക്കൊന്നും സന്തോഷത്തോടെ നോക്കാനും കൂടി നേരില്ല എന്നൊക്കെ പറയും, അഹങ്കാരി എന്നൊക്കെ പറയും. അപ്പോൾ രോഹി പറയും, അമ്മയ്ക്ക് പറയാനും അമ്മയ്ക്ക് കാണാനും ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ദേ തർക്കുത്തരം പറഞ്ഞാണ്ടല്ലോ എന്ന് രോഹിനോട് ചോദിക്കും. അപ്പോൾ രോഹി പറയും, ഞാനിപ്പോൾ എന്താ വേണ്ടേ, അമ്മയുടെ സുഖവിവരം അന്വേഷിച്ച് ഇവിടെ നിൽക്കണോ, അതോ മനുവേട്ടനെ പോയിട്ട് പെട്ടിയെടുക്കാൻ സഹായിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അങ്ങനെ വൈജയന്തി അകത്തേക്ക് കയറാൻ പോകുമ്പോൾ നമ്മുടെ കൃഷ്ണമോളും ബബിതയും ഒക്കെ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ വൈജയന്തി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിന്നെയൊക്കെ കാണിച്ചു തരാടി എന്ന ഭാവത്തിൽ അകത്തേക്ക് കയറിപ്പോയി. വേദന കയറിയിട്ട് ബാലൻ്റെ മുറിയിലേക്ക് മേളിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് ബാലനെ തോപ്പിച്ചല്ലോ അങ്ങനെ ഒരു ചിരിക്കും. എന്നിട്ട് വേഗം തന്നെ വൈജയന്തിയുടെ റൂമിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മനു വീടിനകത്തേക്ക് കയറി വരുക. അപ്പോൾ മനു കൃഷ്ണമോളോടും ബബിതേനോടും പറയും, എന്താ ഇവിടെ നിൽക്കണേ, ബാ അത്തേട്ട് പോരെ, ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങാൻ പോണുള്ളൂ, ബാ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ രോഹി പറയും, എന്താ മനുവേട്ടാ, ഒരു അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോ എന്ന് പറയും. ഒരു കുറവില്ല, അല്പം കൂടിയിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. ഇതൊക്കെ ഇനി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനങ്ങൾ തിരിച്ചു വരണം, അപ്പോളേ അറിയൂ എന്ന് പറയും. അപ്പോൾ രോഹിക്ക് കുഴപ്പമാവോ, പറയും കണ്ടറിയാം, നോ ഐഡിയ എന്ന് പറഞ്ഞ് ഇവർ അകത്തേക്ക് വരും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും വൈജ റൂമൊക്കെ കണ്ട് നോക്കി തിരിച്ച് ഹാളിലേക്ക് വരും. എന്നിട്ട് ബബിതേനോട് ചോദിക്കും, TV വർക്ക് ചെയ്യുന്നുണ്ടോടി എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, ഇല്ല എന്ന് പറയും. അപ്പോൾ എന്നാ പണിമുടക്കാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, അല്ല സ്വിച്ച് ഓണാക്കി റിമോട്ടിൽ ഞെക്കിയാലേ അത് ഓണാവുള്ളൂ എന്ന് പറയും. അപ്പോൾ നീ എന്നാടി കളിയാക്കുവാണോ, നിനക്കൊക്കെ എന്താ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വൈജു ചോദിക്കുക. അപ്പോൾ ബബിത പറയും, എൻ്റെ പൊന്നമ്മേ, ഞാൻ അമ്മയ്ക്കായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല, ഞാൻ പോവാണെന്ന് പറയും. അപ്പറയും അഹങ്കാരി എന്നൊക്കെ പറയും കേട്ടോ.
എന്നിട്ട് വൈജി ഇങ്ങനെ വീടും അടുക്കളയും ഒക്കെ ഇങ്ങനെ പോയി നടന്ന് കാണുവാണ്, ആദ്യമായിട്ട് കാണാവില്ല. അപ്പോൾ കൃഷ്ണമോളും ബബിതയും രോഹിത്തും മനുവൊക്കെ ഇത് എന്തീ കാണിക്കണേ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് വൈജ ഹാളിലേക്ക് വന്നിട്ട് പറയും, ഓ ഇപ്പോഴാണ് ഇതെൻ്റെ വീടായത്, ആ നശിച്ചവളുടെ ഭരണമായിരുന്നല്ലോ, അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ വീട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിക്കും കേട്ടോ. അപ്പം മനു പറയും, അതെന്നാ അലീന ഇതിനു മുമ്പും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അലീന എന്താ പോയപ്പോൾ ഒരു കഷ്ണം പറിച്ചുകൊണ്ട് പോയോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന അപ്പോൾ വൈജയന്തി ഇതേ മനു എന്ന് പറയും, അല്ല ആൻറ്റിയുടെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ നോക്കി അവർക്ക് വെച്ചും വിളമ്പിയും തൂത്തും തുടച്ചും ഒക്കെ അവൾ ജീവിക്കുമല്ലായിരുന്നോ എന്ന് പറയും. ആൻറ്റിയുടെ സന്തോഷം ആൻറ്റി തന്നെയല്ലേ കെടുത്തിയത്, നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് നിന്നോട് ഒരു ഇതും പറയാനില്ല, നിനക്കല്ലെങ്കിലും അവൾ പുണ്യാളത്തിയാണോ, എനിക്ക് വേറെ അവൾ മൂഷാട്ടയാ എന്ന് പറയും. അപ്പോൾ എനിക്ക് മാത്രമല്ലേ അവൾ പോയാൽ സന്തോഷമുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ മനു പറയും, എനിക്ക് ആൻറ്റിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം, ആൻറ്റീൻ്റെ വിഷമം ഓർക്കുമ്പോഴാന്ന് പറയും. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് പറയും, അല്ല അലീന കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, അപ്പോൾ അത് കേട്ടപ്പോൾ ആൻറ്റിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷനായി, വിഷമമായി എന്ന് പറയും. അപ്പോഴും എന്നാ പറഞ്ഞു അവള് എന്ന് പറയും. അപ്പോഴും പറയണോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയ്ക്ക് പേടിയായിട്ടോ, ഇനി അലീന എന്തൊക്കെയാണോ മനുവിനോട് പറഞ്ഞു വെച്ചേണേന്ന് അറിയില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ വൈജ പറയും, വേണ്ട വേണ്ട, അല്ലെങ്കിൽ മനു നിനക്ക് എന്ത് കാര്യമുണ്ട് അവൾ പറയണേ ഈ കൊതി നുണയൊക്കെ ഉള്ളിൽ വെക്കാൻ എന്ന് ചോദിക്കും. അപ്പോൾ മനു പറയും, കൊതി നുണയോ എനിക്കറിയണോ പറയണോ എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കും കേട്ടോ മനു. അപ്പോൾ വേഗം തന്നെ പറയും, വേണ്ട വേണ്ട നീ പോകാൻ നോക്കുക, എനിക്കൊന്നും അറിയാൻ വേണ്ട, എന്തായാലും ആ നാശം പോയല്ലോ എന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ മനു അങ്ങോട്ട് പോട്ടോ. അപ്പോൾ നമ്മുടെ ബബിത അടുത്തേക്ക് വരും, അമ്മേ എന്താ അമ്മ മനുവേട്ടനോട് അലീന ചേച്ചി പറഞ്ഞത്, എന്താ കാര്യം, എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് 100,000 സംശയങ്ങൾ ഇങ്ങനെ ബബിത ചോദിക്കുക. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വേണ്ട കേട്ടോ. വൈജ പറയും, നിനക്ക് വേറെ കാര്യമൊന്നുമില്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവളുടെ ഒരു സാധനം പോലും ഇവിടെ കാണരുത് എന്നൊക്കെ പറയും. അങ്ങനെ ഇവരെല്ലാവരും പിരിഞ്ഞു. അതിനുശേഷം കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ വൈജയന്തി ബബിതേ ബബിതേ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ബബിത റൂമിൽ നിന്ന് വന്നു, എന്താ അമ്മേ എന്ന് ചോദിക്കും. പറയും, അലീനയുടെ റൂം ലോക്കാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, അമ്മയ്ക്ക് എന്താ കണ്ണുണ്ടൂടെ, ആ പെടലിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ പോരെ, അപ്പോൾ പൂട്ടിയേക്കുവാണോ തുറന്നെടുക്കുകയാണെന്ന് അറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ കൃഷ്ണമോൾ പറയും, ബബിതേച്ചി മതി, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, അല്ലെങ്കിൽ ഇവക്ക് ഞാൻ വന്നത് ഒട്ടും പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അതിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ റൂമിലേക്ക്. എന്നിട്ട് എല്ലായിടവും സെർച്ച് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അലീനയുടെ അവിടെ ഉണ്ടോയെന്ന് അറിയാം. അപ്പോൾ ഒന്നുമില്ല കേട്ടോ, അലീന എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അലീന കിടന്നേച്ച് പായും തലയണയും ഒക്കെ ഒരു മേശയുടെ അടിയിൽ ചുറ്റി വെച്ചാണ്. അപ്പോൾ വൈജയന്തിക്ക് കലിയേറി. വൈജയന്തി പറയും, ഇതുണ്ടല്ലോ ആ രോഗിയോട് പറഞ്ഞിട്ട് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പറയണം, അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞേക്കണം എന്ന് പറയും. അപ്പോൾ ബബിത പറയും, അങ്ങനെ കത്തിച്ച് കളയാനാണെങ്കിൽ ഈ വീട് മൊത്തം കത്തിച്ച് കളയേണ്ടി വരും, അല്ല അലീന ചേച്ചി ഇത് മൊത്തം ഉപയോഗിച്ചതല്ലേ എന്നൊക്കെ. അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, വേണം കത്തിക്കണമെങ്കിൽ കത്തിച്ച് കളയണം, കത്തിക്കും ഞാൻ എന്നൊക്കെ പറയും. അപ്പോൾ ബബിത പറയും, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് പോവാം. അപ്പോൾ കൃഷ്ണമോൾ പറയും, അത് ശരിയാക്കാം അമ്മേ, അമ്മ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, കാല് പിടിച്ച് പറയാം എന്ന് പറയും. അപ്പോൾ വൈജയന്തി വേദന കലി തുള്ളി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ആ റൂമിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും, അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത്, അവർ രാത്രി അവർ കെട്ടിപ്പിടിച്ച് കിടന്നതും ചേച്ചി സ്നേഹിച്ചതും ഒക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ആലോചിച്ച് ഇങ്ങനെ കരയും കേട്ടോ. അങ്ങനെ അവരിയ്ക്കുന്നു. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ വർക്കി ചേട്ടൻ സ്റ്റാൻലിയുടെ വീടിൻ്റെ കൊട്ടാരമറ്റത്തിൽ മുറ്റത്ത് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു വിരുന്നുകാരുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോഴും ഇതുവരെയുള്ള പോലെയല്ല ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ, ഇനി ഫുഡും എന്താണെങ്കിലും മറ്റൊരാളുടെ ഇഷ്ടം കൂടി നോക്കിയിട്ട് വേണം എന്തും ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിങ്ങനെ കൊടുക്കട്ടെ. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ കേണൽ സാറിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വേഗം തന്നെ ഇവർ കാണുമ്പോൾ തന്നെ വർക്കിച്ചേട്ടൻ ഓടി അകത്തേക്ക് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് പറയും, ഈ അന്ന് വന്ന പാലാക്കാരനും ഒരു പെൺകൊച്ചും കൂടി വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പറയും, അവർക്ക് ഒരു കുറവും ഉണ്ടാവരുത്, നന്നായി അവർ സ്വീകരിച്ച് വേണം പറഞ്ഞു വിടാമെന്ന് സ്റ്റാൻലി പറയാം. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അലീനേനെ കാറിൽ നിന്ന് ഇറക്കി അലീനയുടെ കൈ പിടിച്ച് അകത്തേക്ക് പോകാൻ പോകുമ്പോൾ സ്റ്റാൻലിയുടെ വീട്ടിലെ നായകൾ ഓടി പുറത്തേക്ക് വരും. അപ്പോൾ അലീനേനെ കാണുമ്പോൾ ഇവരെല്ലാവരും അലീനയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വർക്കി ചേട്ടന് അതിശയം തോന്നുന്നുണ്ട്, കാരണം ഇത്ര എന്തോ എപ്പോഴും കാണുന്ന ഒരാളെ പോലെ അവർ ആ നായകൾ വന്നിട്ട് ഇങ്ങനെ അടുത്തിരിക്കുന്ന കാണുമ്പോൾ. അങ്ങനെ വേഗം തന്നെ ബാലചന്ദ്രനും അലീനയും കൂടി അകത്തേക്ക് കയറി. അലീന തൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് കാണാൻ പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാൻലി അവിടെ നിൽപ്പുണ്ട്.
അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി മുതൽ മറ്റൊരാളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കൂടി കണക്കാക്കി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ ബാലചന്ദ്രൻ പറയും, ഇതാണ് കേണൽ സ്റ്റാൻലിയുടെ വീട്, ബംഗ്ലാവാണിത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റാൻലി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ അലീന ആകെ ഞെട്ടിപ്പോവാ. കാരണം അന്ന് വീട്ടിൽ വന്ന ആളാണുള്ളത്, പക്ഷെ അലീനക്ക് അറിയില്ലല്ലോ, അന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അലീന ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛനും മകളും ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ വേഗം തന്നെ സ്റ്റാൻലി വേഗം തന്നെ വന്നിട്ട് ബാലചന്ദ്രൻ മേനോന് ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഖമല്ലേ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ബാലചന്ദ്രൻ പറയും, ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഇടയ്ക്ക് ഒരു കുറച്ച് സ്ഥലത്ത് എവിടെയൊക്കെ ഇറങ്ങി റെസ്റ്റ് എടുത്തിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, അതൊന്നും കുഴപ്പമില്ല, സാരില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ സ്റ്റാൻലി വേഗം തന്നെ അലീനയുടെ നേർക്ക് കൈ നീട്ടുവാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരണത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.